ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ നേഴ്സറിയൽ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് ബ്ലോക്ക് അത് പറയുന്നത് പ്രോബബിലിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റീൻ്റെ ബേസിക്സിൽ തുടങ്ങി, ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനത്തിൽ തുടങ്ങി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം, പ്രോബബിലിറ്റി പറയുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്ന വലിയ കാര്യം വരെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒറ്റ ഇരിപ്പിൽ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ദിവസങ്ങളേ ഉള്ളൂ പരീക്ഷയ്ക്ക്, അപ്പോൾ നമുക്ക് ഈ നിമിഷം കൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു, എല്ലാം ഞാൻ പറയുന്നില്ല, മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഒട്ടിച്ച് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ പ്രോബബിലിറ്റി എന്ന ചോദ്യത്തിന് ഉത്തരവാണ്. പ്രോബബിലിറ്റി പേര് പറയുന്ന പോലെ എന്ത് തന്നെയാണ്, ചാൻസ് തന്നെയാണ്. ഒരു ഇവൻ്റ്, ഒരു സംഭവം നടക്കാനുള്ള, എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത എന്ത് മാത്രമുണ്ട് എന്ന് നമ്മൾ മാത്തമെറ്റിക്കലി കാണിക്കുന്നതിനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോയിൻ എടുത്തിട്ട്, ഒരു രൂപയുടെ കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്യുന്നു. ടോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എന്ത് വരാം, ഹെഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, ടെയിൽ വരാം, അല്ലേ? ഞാൻ ടോസ് ചെയ്തിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. നമ്മൾ നമ്മുടെ ക്രിക്കറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ ടോസ് ഇടുന്ന കണ്ടിട്ടില്ല, ആർക്കാണ് ഫസ്റ്റ് ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, ഹെഡ് വരാം, ടെയിൽ വരാം. ഇത് രണ്ടിന് എന്തുണ്ട്, ഈക്വൽ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിലേതാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? നേരത്തെ അറിയാൻ പറ്റത്തില്ല. രണ്ടിന് എന്താ ചാൻസ് ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ല ഇത് വരും അത് വരും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ടോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ നടക്കാനുള്ള ചാൻസ്. ഇപ്പോൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ 3-4 വാക്കുകൾ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ആ വാക്കുകളൊന്ന് ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ ഇവൻറ്റും സംഭവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുമ്പോഴാണോ ഈ ഒന്നിലധികം ഇവൻ്റ് വരുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുന്നു. ഇത് ഞാൻ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. എന്തുകൊണ്ടാണ്? ഈ എക്സ്പെരിമെൻറ്റിന് എന്ത് ഔട്ട്കം വരും എന്നാണ് എനിക്ക് അറിയേണ്ടത്, അല്ലേ? ഹെഡ് വരുമോ, ടെയിൽ വരുമോ? ഇതാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രത്യേക എന്താണോ നമ്മൾ ചെയ്തത്, നമ്മൾ എന്തിൻ്റെ പ്രോബബിലിറ്റിയാണോ നോക്കാൻ പോകുന്നത്, അതിന് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഇനി ഈ വരാൻ സാധ്യതയുള്ള ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് സാധനങ്ങൾക്ക് എന്താ ഉള്ളത്, ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറൻസ്. ഹെഡ് വരാം, ടെയിൽ രണ്ടിന് ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ആണുള്ളത്. ഹെഡ് വരുമ്പോൾ എന്ത് വരത്തില്ല, ടെയിൽ വരത്തില്ല. ടെയിൽ വരുമ്പോൾ എന്ത് വരത്തില്ല, ഹെഡ് വരത്തില്ല. രണ്ടിനും സംഭവിക്കാൻ തുല്യമായ എന്തുണ്ട്, ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഓരോ സംഭവത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുമെന്ന് അറിയാമോ, ഇവൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇവൻ്റ് മീൻസ് ഇതിലേതെങ്കിലും ഒരു ഇവൻ്റേ നടക്കത്തുള്ളൂ. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് എല്ലാ ഇവൻറ്റുകൾക്കും എന്തുണ്ട്, ഈക്വൽ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യൂ, ഒരു ഇവൻ്റേ സംഭവിക്കത്തുള്ളൂ. ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അപ്പോൾ ഹെഡ് വന്നാൽ അവിടുത്തെ ഇവൻ്റ് എന്താണ്, നമ്മൾ കോയിൻ ടോസിങ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്കം വന്നു, അതാണ് അവിടുത്തെ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി ടെയിൽ വന്നാലോ അതേപോലെ തന്നെ പറയാം. നമ്മൾ കോയിൻ ടോസിങ് എന്ന എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എന്ത് വന്നു, ടെയിൽ എന്ന് പറയുന്നൊരു ഇവൻ്റ് സംഭവിച്ചു. എന്ത് സംഭവിച്ചു, ആ ഔട്ട്കം വന്ന ആ ഒരു സംഭവത്തെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് നോക്കുന്നതിനാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് ഐഡിയ ആണ്. അപ്പോൾ കോയിൻ ടോസിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു പോകുന്നു, സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരാൻ സാധ്യതയുള്ള ഇവൻറ്റുകളെ ഒരു സെറ്റായിട്ട് എഴുതുക. സെറ്റ് നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. നമ്മളിങ്ങനെ ഒരു അപ്പാരൻസിൻ്റെ എഴുതുന്ന സെറ്റ് എന്ന് പറയുന്നത്, ഹെഡ് വരാം, ടെയിൽ വരാം. ഒരൊറ്റ കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഞാൻ 2 കോയിൻ ഒരുമിച്ചാണ് ടോസ് ചെയ്തെങ്കിലോ അവിടെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, ആദ്യത്തെ കോയിന് ഹെഡും രണ്ടാമത്തെ കോയിന് ഹെഡ് വരാം, ആദ്യത്തെ കോയിന് ഹെഡും രണ്ടാമത്തെ കോയിൻ ടെയിൽ വരാം, ആദ്യത്തെ കോയിൻ ടെയിലും രണ്ടാമത്തത് ഹെഡും വരാം, രണ്ടും ടെയിൽ വരാം, അല്ലേ? ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ടോട്ടാലിറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിതിലേക്ക് പോകുന്നില്ല. നമ്മുടെ PDF ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, എനിക്ക് നമ്മൾ പണ്ടത്തെ പോലെ വീഡിയോ ലെങ്തി ആയിട്ട് പോകും. ബട്ട് സ്റ്റിൽ ഇവിടെ ഞാൻ യൂണിറ്റ് വൈസ് തന്നെയാണ് പോകുന്നത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കാര്യം അത്രയും ഡെപ്തുള്ള കാര്യങ്ങൾ. എന്നാലും മാക്സിമം സമയം എടുത്തേ പറയുന്നുള്ളൂ. മനസ്സിലാക്കാൻ നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാം. കാര്യം 20 മാർക്കിന് എഴുതാൻ കണക്കായിട്ടൊരു ഐഡിയ വേണമല്ലോ. പ്രോബബിലിറ്റിക്കകത്ത് ഇത്രയും വാക്കുകളൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി മാത്തമെറ്റിക്കലി കാണിക്കുന്നത് നോക്കാം. എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി അതിന് നമ്മളിങ്ങനെയാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്,
നോക്കിയടാ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അതായത് നമ്മൾ ഒരിക്കൽ കോയിൻ ടോസ് ചെയ്താൽ എത്ര തവണ ഹെഡ് വരാം? ഒരു കോയിൻ ഒരിക്കൽ ടോസ് ചെയ്താൽ ഒരൊറ്റ തവണ ഹെഡ് വരൂ. ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. കണ്ടില്ലേ? 0.5 അഥവാ 50%. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള സാധ്യത 50%. ഇതേപോലെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. നമ്മൾ അറിയേണ്ടത് എന്താണ്? നമുക്ക് ഫേവറബിളായിട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹെഡ് വരാനുള്ള അല്ലെങ്കിൽ ടെയിൽ വരാനുള്ള സാധ്യത. ആ സാധ്യത ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര സംഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഇപ്പോൾ ഹെഡിൻ്റെ നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഹെഡാണ് നോക്കിയെന്ന് വിചാരിക്കുക. ഹെഡ് വരാൻ ഒരൊറ്റ പ്രാവശ്യം ഹെഡ് വരാൻ സാധ്യതയുള്ളൂ. ബട്ട് ഒരു ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരാൻ 2 പോസിബിൾ ഔട്ട്കം ഉണ്ട്. ഫേവറബിളായിട്ട് ഒരൊറ്റ ഔട്ട്കമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്? ഡിവൈഡഡ് ബൈ ടോട്ടൽ, ദ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എന്താണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. 0യുടെയും 1ൻ്റെ ഇടയ്ക്കായിരിക്കും എന്ത് നിൽക്കുന്നത്? എപ്പോഴും പ്രോബബിലിറ്റി നിൽക്കുന്നത്. അതിനർത്ഥം എന്താ? ഒരു സാധനത്തിൻ്റെ പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കത്തില്ല. ഒരു സാധനത്തിൻ്റെ പ്രോബബിലിറ്റി, ഒരു സാധനം മീൻസ് ഒരു ഇവൻ്റാണ് കേട്ടോ. ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല ആ ഇവൻറ്റ് സംഭവിക്കും എന്നാണ് അതിനർത്ഥം. ഈ 2ൻ്റെ ഇടയ്ക്കേ വരത്തുള്ളൂ. ഒന്നുകിൽ സംഭവിക്കത്തില്ല അല്ലെങ്കിൽ സംഭവിക്കും. ഇത് 2ൻ്റെ ഇടയ്ക്ക് എന്ത് വരത്തുള്ളൂ? എപ്പോഴും പ്രോബബിലിറ്റിയുടെ ആൻസർ വരത്തുള്ളൂ. ഇവിടെ 0.5 കിട്ടിയില്ലേ, ഇതേപോലെ ആൻസർ വരത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ എവിടെയെങ്കിലും കണക്ക് കൂട്ടി ചെയ്യേണ്ടി വന്ന് ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ത് ചെയ്യാൻ പാടില്ല? 1ന് മുകളിൽ പോകാൻ പാടില്ല. ഇനി ഒരു കാര്യം പറയാനുള്ളത് യൂണിയനെ കുറിച്ചാണ്. ഓക്കെ, ഹൗ ടു ഫൈൻഡ് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ എന്ന് പറയുന്ന ഇവൻറ്റും ബി എന്ന് പറയുന്ന ഇവൻറ്റ് ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത അത് എല്ലായ്പ്പോഴും വരത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കോയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അപ്പോൾ ഹെഡ് വരിക ടെയിൽ വരിക എന്നാലോചിച്ച് നോക്കിയേ. ഹെഡും ടെയിലും എന്ത് വരത്തില്ല? ഒരുമിച്ച് വരത്തില്ല. ഓക്കെ, ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരത്തുള്ളൂ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടുള്ള ഇവൻറ്റുകളെന്ന് പറയും. അതായത് ഒരിക്കലും ഒരുമിച്ച് സംഭവിക്കാത്ത, ഒന്ന് സംഭവിക്കുന്നത് മറ്റത് സംഭവിക്കുന്നത് തടയുന്നതായ ഇവൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ചില ഇവൻറ്റുകളുണ്ട്, എന്ത് പറയാം, ഈ പറഞ്ഞ പോലെ രണ്ടും ഒരുമിച്ച് വരാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥിരം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സ്ഥിരം കേൾക്കുന്നതാണ്, എന്നാലും അത് സിമ്പിൾ സാധനമുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങളൊരു സ്ഥലത്ത് നിന്നിട്ട് എന്ത് നോക്കിയാണ് അവിടെ എത്ര പേര് ചായ കുടിക്കുന്നവരുണ്ട്, എത്ര പേര് കോഫി കുടിക്കുന്നവരുണ്ടെന്നൊന്ന് പഠിക്കുകയാണ് വിചാരിക്കുക. പീപ്പിൾ ഡ്രിങ്കിങ് ടീ, പീപ്പിൾ ഡ്രിങ്കിങ് കോഫി. അവിടെ എന്ത് വരാം? ഈ പറഞ്ഞ പോലെ യൂണിയൻ വരാം. യൂണിയൻ മീൻസ് ചായ കുടിക്കുന്നവരും കോഫി കുടിക്കുന്നതുമായ ആൾക്കാർ കാണുമല്ലോ, രണ്ടും കുടിക്കുന്ന ആൾക്കാർ കാണുമല്ലോ. ഇവരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്? പ്രോബബിലിറ്റി ഓഫ് ചായ കുടിക്കുന്നവരും രണ്ടും കുടിക്കുന്നവരെന്നല്ല, യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നവർ. ഓക്കെ, കാര്യം പറയുന്നത് കറക്റ്റാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഒരു യൂണിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് കുടിക്കും പറയുമ്പോൾ ഒന്ന് വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് ചെറുതായിട്ടൊന്ന് പിഴച്ചു പോയതാണ്. രണ്ടും കുടിക്കുന്നവരല്ല, ചായയും ഇതും കുടിക്കുന്നതല്ല, ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നുണ്ടാവാം. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവരെ നമ്മളെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ സാധനം, ചായയും കോഫിയും കുടിക്കുന്ന ആൾക്കാരെ ടി ഇൻ്റർസെക്ഷൻ സി, ഇത് ഈ സാധനത്തിന് തിരിച്ചിടും. ഇങ്ങനെയാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് പറയുന്നില്ല, എങ്കിൽ ഈ കണക്ക് നമ്മളൊന്ന് അറിയണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കേടാ, പ്രോബബിലിറ്റി ഓഫ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. എന്താണ്? ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാൻ പോകുമ്പോൾ is equal to P of people drinking tea plus P of people drinking coffee minus P of T intersection C. അതായത് ചായ കുടിക്കുന്ന ആൾക്കാരുടെ പ്രോബബിലിറ്റി പ്ലസ് കോഫി കുടിക്കുന്ന ആൾക്കാരുടെ പ്രോബബിലിറ്റി മൈനസ് രണ്ടും കുടിക്കുന്ന ആളുടെ പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റിയുടെ എന്താ പറയുന്നത്? നമ്മളൊരു 100 പേരെ എടുത്തു, അതിൽ ചായ കുടിക്കുന്നവരും കോഫി കുടിക്കുന്നവരും രണ്ടും കുടിക്കുന്നവരും ഒക്കെ കാണും, ഒന്നും കുടിക്കാത്തവരൊക്കെ കാണും. അപ്പോൾ ഈ ചായ കുടിക്കുന്ന ആളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ അതിൽ നിന്ന് 100 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്താൽ, ഓക്കെ, അത് ചായ കുടിക്കുന്ന ആളാവാനുള്ള പ്രോബബിലിറ്റി പ്ലസ് 100 പേരിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ
അത് കോഫി കുടിക്കുന്ന ആളാവാൻ പ്രോബിലിറ്റി മൈനസ് 100 പേരിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ കോഫി അല്ലെങ്കിൽ കോഫിയും ചായയും കുടിക്കാനാവാനുള്ള പ്രോബിലിറ്റി. ഇതും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇത് രണ്ടിൻ്റെ സംബന്ധിച്ച് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിയൻ കിട്ടും. അതായത് ഈ ടീ ഓർ കോഫി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ കിട്ടും. അപ്പോൾ യൂണിയൻ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടണം. കാരണം നമ്മളിനി നോക്കാൻ പോകുന്ന ഒരു ഹയർ എൻഡ് കാര്യമാണ് ബേസ് തിയറം എന്ന് പറയും. ഈ പ്രോബബിലിറ്റിക്കകത്ത് പ്രോബബിലിറ്റി എന്താണെന്നൊരു ഏതാണ്ടൊരു ഐഡിയ കിട്ടി വിശ്വസിക്കുന്നു. പ്രോബബിലിറ്റിക്കകത്ത് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. എന്താണ് ഈ ബേസ് തിയറം? ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. അതോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. നോക്കട്ടെ. ബേസ് തിയറത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം അറിയണം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോബബിലിറ്റിയിലെ ഓർ, അതായത് ഇത് അല്ലെങ്കിൽ അത് അവിടെ ഇത് അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതും അതും സംഭവിക്കാനുള്ള സാധ്യത, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഓക്കെ. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓറാണ്. ഇതല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത. ആൻഡ് എന്ന് പറഞ്ഞാലോ ഇതും അതും സംഭവിക്കാനുള്ള സാധ്യത. നമ്മൾ ചായയുടെയും കോഫിയുടെ കാര്യം പറഞ്ഞതുപോലെ. ഇനി മൂന്നാമതൊരു സാധനം കൂടിയുണ്ട്, ബൈ എന്ന് പറയും. ഓർ ആൻഡ് ബൈ. അല്ലല്ലേ, ഇതൊരു ഹയർ ലെവൽ സാധനമാണ്. ഒരല്പം ഇത് ഒന്നുമല്ല, ഇതിനേക്കാളും ഒത്തിരി വലിയ സാധനങ്ങൾ പഠിക്കാൻ കിടക്കും താഴോട്ട്. അതുകൊണ്ട് ഇത് അത്ര വലിയതായിട്ട് പറയുന്നില്ല, എന്നാലും ഞാൻ പറയുന്നു. ഇനി വരാൻ പോകുന്ന ബൈ ആണ്. ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, വെൻ ദ പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് എ എന്ന് പറയുന്ന ഇവൻ്റ് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി വെൻ ബി ഹാസ് ഹാപ്പൻഡ്. ബി സംഭവിച്ചാൽ എ എന്ന് പറയുന്ന ഇവൻ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി അതെന്ത് മാത്രം ഉണ്ടെന്ന് നോക്കുന്ന മറ്റൊരു എന്താണ് പ്രോബബിലിറ്റിയുടെ ഫോമുണ്ട്. അതാണ് പി ഓഫ് എ ഗിവൺ ബി. ഇങ്ങനെയാണോ? എ ഗിവൺ ബി എന്നാണ് വായിക്കുന്നത്. ഓക്കെ. അപ്പോൾ എ ഗിവൺ ബി എന്ന് വെച്ചാൽ എന്താ? ബി സംഭവിച്ചു എങ്കിൽ എ സംഭവിക്കാൻ എന്തുമാത്രം പ്രോബബിലിറ്റി ഉണ്ട്? ഒരു ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റിൽ തന്നൊരു കാര്യം തന്നെ ജസ്റ്റ് എന്ന് പറയുകയാണ്. നോക്കിയടാ, ഇതാണൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ, ഞാൻ ഇതിൻ്റെ മലയാളം പറഞ്ഞുമാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. എക്സാമ്പിൾ 6 ആണ്, ബ്ലോക്ക് 2-ലെ. നമ്മുടെ ലൊക്കാലിറ്റിയിൽ എന്തുണ്ട്? 5000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 1200 പേർക്ക് 30ൻ്റെ മുകളിലാണ് വയസ്സ്. ഓക്കെ. 1200 പേർക്ക് 30ൻ്റെ മുകളിൽ വയസ്സെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? നമ്മുടെ ഈ പറഞ്ഞ 5000-ലെ 3000 പേര് എന്താണ്? സ്ത്രീകളാണെന്ന് പറയുന്നു. ഇനി പറയുന്നു, ഈ പറഞ്ഞ 1200 ഉണ്ടല്ലോ, 30 വയസ്സിൻ്റെ 5000-ൽ 1200 പേർക്ക് 30 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞു. ആ 1200 പേരിൽ 200 പേര് എന്താണ്? സ്ത്രീകളാണ്. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഒരു പ്രോബബിലിറ്റി കണ്ടെത്താനാണ്. അതായത് ഈ പറഞ്ഞ 5000-ൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാവാനുള്ള സാധ്യത. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇതായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഗിവൺ ബി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ബി സംഭവിച്ച് കഴിഞ്ഞു എങ്കിൽ എ സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ ബി സംഭവിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഏതായിരിക്കാം സംഭവിച്ച് കഴിഞ്ഞത്? നമ്മൾ എന്തെടുത്ത് കഴിഞ്ഞു? നമ്മളൊരു സ്ത്രീയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ അത് 30 വയസ്സിന് മുകളിലുള്ളൊരു സ്ത്രീയാവാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്നല്ലേ കണ്ടുപിടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എത്ര ഫേവറബിൾ ഔട്ട്കം ഉണ്ട്? 30 വയസ്സിന് മുകളിലുള്ള 200 സ്ത്രീകളുണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര സ്ത്രീകളുണ്ട്? 3000 സ്ത്രീകളുണ്ട്. നമ്മളൊരു സ്ത്രീനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 3000-ൽ ഒരാളായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കമ്മിൽ ഒരാളായിരിക്കും. പക്ഷേ ഫേവറബിൾ ഔട്ട്കം വരാനുള്ള സാധ്യത എത്രയേ ഉള്ളൂ? 200 ഉള്ളൂ. കാര്യം 30 വയസ്സിന് മുകളിലുള്ള 200 പേരേ ഉള്ളൂ. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 3000-ൻ്റെ ആൻസറാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് താഴോട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് എ ഗിവൺ ബി അല്ലെങ്കിൽ എ ബൈ ബി എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പ്രോബബിലിറ്റിയുടെ എന്താണ്? ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റത് സംഭവിക്കാനുള്ള സാധ്യത, അതാണ് അവിടെ നോക്കുന്നത്. അപ്പം എ എന്താണ്? സാധാരണ പ്രോബബിലിറ്റി എന്താണ്?
എ ഓർ ബി ഇത് ഒന്നല്ലെങ്കിൽ അടുത്ത് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? രണ്ടും ഒരുമിച്ച് സംഭവിക്കാനുള്ള പ്രോബിലിറ്റിയാണ്. കണ്ടീഷണലായിട്ട് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പോൾ ഓക്കെയാണ് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് പോകാം, അത്യാവശ്യം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിക്കാവുന്ന, എന്നാൽ ആ കോംപ്ലിക്കേഷനെ ഇവിടെ കാണിക്കുന്നില്ല. ഫോർമുല കാണാതെ പഠിക്കേണ്ടി വരും. ബേസ് തിയറം എന്ന് പറയും. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ നമ്മുടെ എ ഗിവൺ ബി തന്നെ ഒരു ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബേസ് തിയറം പറയുന്നത്. ഇതാണ് ആ സിമ്പിൾ ഫോർമുല. ഓക്കെ, പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് സി ഗിവൺ എ, സോറി പി ഓഫ് എ ഗിവൺ ബി അല്ല, എ ഗിവൺ സി ആണ് കേട്ടോ. പി ഓഫ് എ ഗിവൺ സി ഈസ് ഈക്വൽ ടു പി ഓഫ് സി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് സി ഗിവൺ എ ഇൻറ്റു പി പ്ലസ് പി ഓഫ് സി ഗിവൺ ബി ഇൻറ്റു പി ഓഫ് എ. ഒന്നും മനസ്സിലായാലും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബേസ് തിയറി എന്നൊരു ഐഡിയ കിട്ടി നമുക്ക് നിർത്താം. എനിക്കറിയാം അത് കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ വെക്കേണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി ഇവരെന്താ പറഞ്ഞെന്നേക്കുന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 3 പ്രോബിലിറ്റി ഉണ്ട്. പി ഓഫ് എയും ഉണ്ട്, അല്ല 3 പ്രോബിലിറ്റി മീൻസ് 3 ഇവൻ്റ് ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന ഇവൻ്റ് സംഭവിക്കാനുണ്ട്, ബി എന്ന് പറയുന്ന ഇവൻ്റ് സംഭവിക്കാനുണ്ട്, ഇനി കണ്ടീഷണലായിട്ട് വരുന്ന സി എന്ന് പറയുന്നൊരു ഇവൻ്റും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് എ ഗിവൺ സി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ സി സംഭവിച്ചാൽ എ സംഭവിക്കാനുള്ള സാധ്യത, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഒരു മിഷ്യൻ നമ്മൾ കമ്പനിയിൽ വാങ്ങിച്ചു. ഓക്കെ, നമ്മൾ മിഷ്യൻ വാങ്ങിച്ചപ്പോൾ ഈ മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ 0.6 പ്രോബിലിറ്റി ഉണ്ട്. അതായത് 60% എന്താണ്, ഈ മിഷ്യൻ നല്ലതുപോലെ തന്നെ പോകുമെന്നാണ് പ്രോബിലിറ്റി. എന്നാൽ ഒരു 40% പ്രോബിലിറ്റി മിഷ്യൻ അങ്ങ് ശരിയാവാതെ പോകാനാണ് സാധ്യത, പ്രോപ്പർ അല്ലാതെ വർക്ക് ചെയ്യാനാണ് സാധ്യത. അപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 60%, പ്രോപ്പർ അല്ലാതെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 40%. ഇതിനാണ് ഇവർ എ എന്നും ബി എന്നും എടുത്തത്. ഇനി സി എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്നൊരു കഥയാണ്. എന്താണ് നോക്കിയടാ, ഇവിടെ പറയുന്നുണ്ട് ഈ മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ വിഷയം. കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ 10% ഡിഫക്റ്റുകൾ വരാം. കറക്റ്റായിട്ട് വെച്ചാൽ എത്ര പ്രോപ്പറായിട്ട് പോയാലും 10% ഡിഫക്റ്റീവായിട്ടുള്ള, അത് കേടായിട്ടുള്ള ഔട്ട്പുട്ട് എന്ത് തരും, ഈ മെഷീൻ തരും. ഇനി കറക്റ്റായിട്ടല്ലെങ്കിലോ 60% എന്തായിരിക്കും, ഡിഫക്റ്റീവ് ആയിരിക്കും എന്നാണ് നമുക്ക് ഇപ്പം നിലവിലുള്ള അറിവ്. ഇനി നമുക്കറിയേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിപ്പം മനസ്സിലായി എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്, മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ബി എന്ന് പറയുന്നതോ മിഷ്യൻ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ സി എന്ന് പറയുന്നതോ നമുക്ക് മിഷ്യൻ എന്ത് തരാനുള്ള, ഡിഫക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് തരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ 3 ഇവൻ്റ് മനസ്സിലായല്ലോ. 3 ഇവൻറ്റിൻ്റെയും പ്രോബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് അറിയേണ്ടത് ഇവിടെ എങ്ങനെ ബേസ് തിയറം ആപ്ലിക്കബിൾ ആവും. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കി, പി ഓഫ് എ ഗിവൺ സി, അതായത് സി എന്തായിരുന്നു, ഡിഫക്റ്റീവ് കിട്ടാനുള്ള, നമുക്ക് കിട്ടിയ ഇപ്പോൾ ഡിഫക്റ്റീവായിട്ട് കിട്ടി. എപ്പോൾ കിട്ടി, ഈ പറഞ്ഞതുപോലെ എ സംഭവിക്കുമ്പോൾ, അതായത് മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഡിഫക്റ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത എന്താണ്. നമുക്ക് വീണ്ടും എങ്ങോട്ട് തന്നെ പോകാം, ഈ പറഞ്ഞ നമ്മുടെ ഫോർമുലയ്ക്ക് പോകാം. പി ഓഫ് എ ഗിവൺ സി കണ്ടുപിടിക്കണമെങ്കിൽ പി ഓഫ് സി ഗിവൺ എ അറിയണം. അതായത് നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ ഇത് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഡിഫക്റ്റീവ് വരാനുള്ള സാധ്യത എത്രയാണ്, 10% നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. പി ഓഫ് എ മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത എത്രയാണ്, 60%. അപ്പോൾ ന്യൂമറേറ്റർ കിട്ടിയേ, ഡിനോമിനേറ്റർ നോക്കാം. പി ഓഫ് സി ഗിവൺ എ, അതായത് എ എന്തായിരുന്നു, മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത. മിഷ്യൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഇൻറ്റു പി ഓഫ് എ, അതായത് എന്താണ്, മിഷ്യൻ കറക്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യത. ഇനി മിഷ്യൻ പ്രോപ്പർ അല്ലാതെ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കാനുള്ള, ഡിഫക്റ്റീവ് വരാനുള്ള സാധ്യത. മനസ്സിലായില്ലേ, നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം തന്നെയാണ്. കാര്യം പിടികിട്ടാത്തവർ അറ്റ്ലീസ്റ്റ് ഈ ഫോർമുലെങ്കിലും ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ കേസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. തരുന്നതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 3 ഇവൻ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. എ ബി സി എന്ന 3 ഇവൻ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. അതിൽ 2 ഇവൻ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, മറ്റേത് കണ്ടീഷണൽ ആയിരിക്കും.
ഇത് സംഭവിച്ചാൽ മറ്റേത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോകാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇത് ഓരോന്ന് എന്തുകൊണ്ട് വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വായിച്ച് നോക്കുക. എന്താണ് ഒരു മിനിമം സാധനം മനസ്സിലുണ്ടെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.